മൂടുവസ്ത്രമെല്ലാം അഴിച്ചു നീക്കി ക്രൂശിതൻ തന്നോടലിഞ്ഞു ചേരാ. അനുതപിക്കുകയും അയക്കപ്പെട്ടവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ അനുതപിക്കാത്ത നഗരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സുവിശേഷം. തിരുസഭ ഇന്ന് 2-ാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ വിശുദ്ധൻ്റെ അനുഗ്രഹാശംസകൾ പ്രാർത്ഥനകൾ നേരുകയാണ്. 4 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. പ്രത്യേക അവകാശം ഉത്തരവാദിത്വത്തോടൊപ്പം വരുന്നു. വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ യഹൂദ നഗരങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് യേശു വിലപിക്കുന്നു. അതേസമയം വിജാതീയർ അത് സ്വീകരിച്ചു. വിശ്വാസത്തോടും പശ്ചാത്താപത്തോടും കൂടി പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വത്തോടെയാണ് പദവി ലഭിക്കുന്നതെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആത്മീയ ഉത്തരവാദിത്വത്തിന് വേണ്ടി ലൗകിക ഉത്തരവാദിത്തങ്ങളെ വെടിഞ്ഞവനാണ്. വിശ്വാസത്തോടും പശ്ചാത്താപത്തോടും കൂടി പ്രതികരിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് പദവികൾ ലഭിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ നിദാനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും സമ്പൂർണതയായിരുന്നു. 2 അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും, കൃപയുടെ നിമിഷങ്ങൾ, ഉത്തരം ലഭിച്ച പ്രാർത്ഥനകൾ, ജീവൻ്റെ സമ്മാനം എന്നിവയാൽ നാം പലപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ എത്ര തവണ നാം അവയെ നിസ്സാരമായി കാണുന്നു. ഈ അനുഗ്രഹങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും അവ നന്ദിയോടെ സ്വീകരിക്കുന്നുണ്ടോ എന്നും നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ഒരു വലിയ അത്ഭുതമാണ്. അനുഗ്രഹങ്ങളുടെ നിറവാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. 3. ക്രിസ്തുവിനെ ശ്രവിക്കുന്നതാണ്. യേശുനാഥൻ തൻ്റെ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. അതിനാൽ അവരെ ശ്രദ്ധിക്കുന്നത് അവനെ ശ്രദ്ധിക്കുന്നത് പോലെയാണ്. കർത്താവിൻ്റെ വിളി കേൾക്കാനും ലോകത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുവാനും കഴിയുന്ന വിവേചനാത്മകമായ ഹൃദയത്തെ പ്രാർത്ഥന സൃഷ്ടിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ക്രിസ്തുവിനെ ശ്രവിക്കുന്ന ജീവിതമായിരുന്നു. വിശുദ്ധൻ എപ്പോഴും തൻ്റെ വിശുദ്ധിയുടെ ജീവിതത്തെ വിവേചിച്ചറിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലായി നിരാശകളും ആശ്ചര്യങ്ങളും. ജീവിതത്തിന് നിരാശകളും ആശ്ചര്യങ്ങളും കൊണ്ടുവരാൻ കഴിയും. എന്നാൽ കൂടുതൽ പര്യവേഷണം ചെയ്യുന്നതിലൂടെയും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നതിലൂടെയും നമുക്ക് അവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ഒത്തിരി നിരാശകളുടെയും ആശ്ചര്യങ്ങളുടെയും സാധ്യതയുള്ള ജീവിതമായിരുന്നു. ആശ്രമത്തിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന തിരസ്കരണങ്ങൾ, മറ്റ് ശുശ്രൂഷ മേഖലകളിൽ ഏൽക്കേണ്ടി വന്ന തിരസ്കരണങ്ങളൊക്കെയും ഫ്രാൻസിസ് അസീസി നന്മകളുടെ പുഷ്പങ്ങളാക്കി തീർത്തു. പ്രിയരെ, നമ്മുടെ അനുതാപം നമുക്ക് വേണ്ടി മാത്രമല്ല, നാമുമായി നിലകൊള്ളുന്ന ഏവർക്കും വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ടാണല്ലോ അബ്രഹാം ദൈവത്തോട് സംസാരിച്ചത്, 50 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ അങ്ങ് ഈ നാടിനെ നശിപ്പിക്കരുതേ എന്ന്. അനുതാപത്തോടുകൂടി നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുടക്കി പിന്നെ കരളുടക്കി, നെഞ്ചുടക്കി പിന്നെ നീനവുടക്കി, കുരിശിന്റെ ജ്വാലയിൽ, ക്രൂശിത ജ്വാലയിൽ അറിയാതെ ഫ്രാൻസിസ് ലയിച്ചു പോയി. അറിയാതെ ഫ്രാൻസിസ് ലയിച്ചു പോയി. കണ്ണുടക്കി പിന്നെ കരളുടക്കി, നെഞ്ചുടക്കി പിന്നെ നീനവുടക്കി, കുരിശിന്റെ ജ്വാലയിൽ, ക്രൂശിത ജ്വാലയിൽ അറിയാതെ ഫ്രാൻസിസ് ലയിച്ചു പോയി. അറിയാതെ ഫ്രാൻസിസ് ലയിച്ചു പോയി.
തൻ ചില്ലുകൊട്ടാരം തകർന്നു പോയി. അന്നു വരെ നെയ്ത സ്വപ്നങ്ങൾ തൻ ചില്ലുകൊട്ടാരം തകർന്നു പോയി. ലോകസുഖാസക്തിയെല്ലാം തകർന്നവൻ കുരിശിനെ വാരിപ്പുണർന്നു നിന്നു. കുരിശിനെ വാരിപ്പുണർന്നു നിന്നു. വസ്ത്രമെല്ലാം അഴിച്ചു നീക്കി ക്രൂശിതൻ തന്നോടലിഞ്ഞു ചേരാൻ. വസ്ത്രമെല്ലാം അഴിച്ചു നീക്കി ക്രൂശിതൻ തന്നോടലിഞ്ഞു ചേരാൻ. യുദ്ധസന്നാഹങ്ങൾ നിർത്തിവച്ചു ദൈവരാജ്യം തേടിയ സിസിപാരി. ദൈവരാജ്യം തേടിയ സിസിപാരി. കണ്ണുടക്കി പിന്നെ കരളുടക്കി, നെഞ്ചുടക്കി പിന്നെ നിനവുടക്കി. കുരിശിന്റെ ജ്വാലയിൽ, ക്രൂശിത ജ്വാലയിൽ അറിയാതെ ഫ്രാൻസിസ് ലയിച്ചുപോയി. അറിയാതെ ഫ്രാൻസിസ് ലയിച്ചുപോയി.